സാമ്പത്തികമായ ചെലവുകൾ ഏതുമില്ലാതെ ഒരാൾക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന വലിയ സമ്മാനങ്ങളിലൊന്നാണ് അപ്രീസിയേഷൻ, അയാളെ പുകഴ്ത്തുക എന്നത്. നമുക്കൊരാളൊരു നന്മ ഗുണം ചെയ്യുമ്പോൾ അയാളെ അതിൻ്റെ പേരിൽ പുകഴ്ത്തുക എന്നത് കേവലമായ മാനുഷികമായ ഒരു സ്വഭാവമാണ്. എന്നാൽ മദ്ദാഹിങ്ങളെക്കുറിച്ച്, അമിതമായി ഒരാളെ പ്രശംസിക്കുന്നവരെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മദ്ദാഹിങ്ങളെ, അമിതമായി പുകഴ്ത്തുന്നവരെ നിങ്ങൾ കണ്ടാൽ അവരുടെ മുഖത്തേക്ക് നിങ്ങൾ മണ്ണ് വാരിയിടണമെന്നാണ് ഹബീബായ റസൂലിൻ്റെ ആഹ്വാനം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു അത്രേ, യാ ഖൈറന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായവരെ, അല്ലെങ്കിൽ യബ്ന ഖൈറന്നാസ്, ജനങ്ങളിൽ വെച്ച് ഉത്തമനായവൻ്റെ മകനെ, മഹാനായ ഉമർ തങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിളിക്കരുത്, മറിച്ച് ഞാൻ ഖൈറുന്നാസ് അല്ല, ഞാൻ കേവലം അള്ളാഹുവിൻ്റെ ദാസനായ എളിയനായ ഒരു അടിമ മാത്രമാണ്. നിങ്ങൾ ഈ മനുഷ്യന്മാർ ആൾക്കാരെ ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ പുകഴ്ത്തി അങ്ങനെ അവരെ നശിപ്പിക്കാൻ നടക്കുകയാണോ എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അർഹതപ്പെട്ട നിലക്ക് മാത്രം അർഹതപ്പെട്ടവർക്ക് പ്രശംസ, അംഗീകാരം, പുകഴ്ത്തലൊക്കെ നൽകുക. അമിതമായി നൽകി അവരെ നാശത്തിലേക്ക് നയിക്കാൻ നമ്മൾ ഒരിക്കലും കാരണമാവരുത്. കാരണം കുറച്ചെങ്കിലും ആളുകളൊക്കെ ഇത്തരം പ്രശംസകളെ കൊണ്ട് അവരുടെ സ്വഭാവങ്ങളിൽ അഹങ്കാരം കടന്നു വരികയും ആ കിബിർ, അണിമണിത്തൂക്കം നമ്മുടെ ഹൃദയത്തിലുണ്ടായാൽ അതുകൊണ്ട് സ്വർഗ്ഗപ്രവേശനം നിഷിദ്ധമാവുകയും ചെയ്യും. അള്ളാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും.